സോ എനിക്ക് നൻസ് കണ്ടാൽ ഭയങ്കര അസൂയാണ്. സോ ഞാൻ ജനിച്ചത് ഒരു ബ്രാഹ്മിൻ ഫാമിലിയിലാണ്. തമിഴ് പട്ടത്തിയാണ്, ഇപ്പൊ കാത്തലിക് പട്ടത്തി. എനിക്ക് അപ്പാൻ്റെ അടുത്ത് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അപ്പനും ഞാനും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖാണോ? എൻ്റെ പേര് അറിയാമോ? എന്താ എൻ്റെ പേരെന്താ? ക്രിസ്റ്റീന. മോഹിനി മരിച്ചു, ഇപ്പൊ ക്രിസ്റ്റീന ആണ് ശരിക്കുള്ള പേഴ്സൺ, ലിവിങ് പേഴ്സൺ ക്രിസ്റ്റീന ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ക്രൈസ്റ്റിന്റെ ക്രിസ്റ്റീന. എല്ലാവരും പറയും ഏഞ്ചൽസിന് നമ്മളെ കണ്ട അസൂയയാണ്. ഏഞ്ചൽസിനെ അത് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേട്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ കേട്ടിട്ടില്ല, കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഹാഫ് ആൻഡ് ഹാഫ്. സോ എനിക്ക് നൻസ് കണ്ട ഭയങ്കര അസൂയാണ്. എനിക്ക് ഇപ്പോ ബെട്രോത്ത്ഡ് ആയതേ ഉള്ളൂ, നിശ്ചയദാർത്ഥമായതേ ഉള്ളൂ ജീസസിനോട്. നിങ്ങൾ എല്ലാവരും കല്യാണം കഴിച്ചു ഓൾറെഡി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അസൂയ. ലോകത്തില് ഏറ്റവും സുന്ദരനായ ഒരു ഹസ്ബൻഡാണ് നിങ്ങളുടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും സ്നേഹം മാറാതെ, പ്രേമം മാറാതെ ഹസ്ബൻഡാണ് നിങ്ങളുടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളെ വിട്ട് വിലകാത്ത ഒരു ഹസ്ബൻഡാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഒരു വിനാഡി സമയം പോലും മറക്കാത്ത ഹസ്ബൻഡാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ എനിക്ക് അസൂയ വരാതിരിക്കും? പക്ഷെ എൻ്റെ അടുത്തും അങ്ങനെയാണ്, സെയിം സ്നേഹം തന്നെയാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഒബീഡിയൻസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ശരിക്കും പറയണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് എനിക്ക് പറ്റാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, എപ്പോൾ മരിക്കാം, എപ്പോൾ ജീസസിന് പോയി അവിടെ കല്യാണം കഴിക്കാം എന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ തേർഡ് ഓർഡർ ഡൊമിനിക്കൻ ആണ്, തേർഡ് ഓർഡർ ഡൊമിനിക്കൻ. അതുകൊണ്ടാണ് ഈ സ്കാപ്പുലർ, ഞങ്ങളുടെ ക്രോസ്. അപ്പൊ ഞാൻ മരിച്ചതിന് ശേഷം എന്നെ അടക്കം ചെയ്യുമ്പോൾ എൻ്റെ കല്യാണ സാരി അങ്ങനെയൊന്നും ഇടത്തില്ല. എനിക്ക് ഹാബിറ്റ് ഇട്ടാണ് എന്നെ അടക്കം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എൻ്റെ ഒരു ഒറ്റ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെ ഉണ്ടായിരിക്കുന്നു എനിക്ക് കാണാൻ പറ്റത്തില്ല. സോ അതെനിക്ക് ഭയങ്കര ഞാൻ എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. ദാറ്റ് ഐ എം എ ലൈഫ് പ്രൊഫസ് ഡൊമിനിക്കൻ. സോ അതുകൊണ്ട് ഈ ഹാബിറ്റും ഇട്ട് കോഫിനിൽ എപ്പോൾ കിടക്കാം എന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ നിങ്ങളാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴേ ഈ ഹാബിറ്റൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. എന്തൊരു സുഖമാണ് അല്ലേ? ബ്യൂട്ടിഫുൾ. നിങ്ങൾ കാണുമ്പോൾ ചർച്ചിന്റെ ഓർമ്മ വരുന്നുണ്ട്, നിങ്ങൾ കാണുമ്പോൾ ഈശോയുടെ ഓർമ്മ വരുന്നുണ്ട്, നിങ്ങൾ കാണുമ്പോൾ മാതാവിന്റെ ഓർമ്മ വരുന്നുണ്ട്, നിങ്ങളെ കാണുമ്പോൾ ക്രിസ്ത്യാനികളുടെ ആ ഒരു ട്രഡിഷൻ, കൾച്ചർ, ആ ഒരു ഗുഡ്നെസ് എല്ലാം ഓർമ്മ വരുന്നുണ്ട്. See, you are a walking sign of the Lord. You are the walking reminder of God the Father himself. എങ്ങനെ God the Father? ഈശോവും ഫാദറും റൂഹായും ഒന്ന് തന്നെയാണ്. അപ്പൊ യു റിമൈൻഡിങ് ദ ഫാദർ ടു ഓൾ ഓഫ് us. അപ്പൊ അമേരിക്കയിലെ നൺസ് ഞങ്ങൾക്ക് വളരെ കുറവാണ്. അപ്പൊ ഒരു നന്നിന്റെ അടുത്ത് പോയി പറഞ്ഞു ഒരാളിങ്ങനെ, അയ്യോ എനിക്ക് സിസ്റ്ററിനെ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു, അത് ഞാൻ പോയിട്ട് കൃത്യമായിട്ട് അത് ഞാൻ ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചോദിക്കുക, എന്താണ്? വാട്ട് ഡിഡ് യു ഗെറ്റ് റിമൈൻഡഡ് ഓഫ്? ഞാൻ കൺഫെഷൻ പോയില്ല ഞാൻ കൺഫെഷൻ പോയില്ല, സിസ്റ്ററിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, പെട്ടെന്ന് ഞാൻ പോയി കൺഫെസ് ചെയ്തു വന്നു. അതാണ് നിങ്ങളുടെ പവർ ഓഫ് വെയറിങ് ദ ഹാബിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ഓർഡിനറി സംഭവമില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഐ വിൽ ഷെയർ മൈ ടെസ്റ്റിമണി. സോ ഞാൻ ജനിച്ചത് ഒരു ബ്രാഹ്മിൻ ഫാമിലിയിലാണ്, തമിഴ് പട്ടത്തിയാണ്, ഇപ്പൊ കാത്തലിക് പട്ടത്തി. ഓക്കെ, സോ പണ്ട് ഒരു തമിഴ് പട്ടത്തിയായിരുന്നു, ഒരു പ്രാക്ടീസിങ് പട്ടത്തിയായിരുന്നു, എല്ലാ പൂജയും കാര്യങ്ങളും ചെയ്യുന്ന ഒരു പട്ടത്തിയായിരുന്നു. അപ്പോൾ ഒരു 100 ഫിലിംസ്, എക്സാക്ട്ലി 101 ഫിലിംസ്, ഇപ്പോൾ 101 ഫിലിം ഞാൻ കഴിഞ്ഞു, എൻ്റെ ഇത് കഴിഞ്ഞു. സോ 101 ഫിലിംസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ വരെ.
പക്ഷെ പടത്തിൽ അഭിനയിക്കുമ്പോൾ കിട്ടാത്ത ഒരു ആശ്വാസം, പടത്തിൽ അഭിനയിക്കുമ്പോൾ കിട്ടാത്ത ഒരു ഹാപ്പിനെസ്, ജോയ്, പൈസയുള്ളപ്പോൾ കിട്ടാതെ ആ കംപ്ലീഷൻ, കല്യാണം കഴിഞ്ഞപ്പോൾ കിട്ടാതെ ആ ഒരു സെക്യൂരിറ്റി, സുരക്ഷിതം എനിക്കിപ്പോൾ കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഗോഡ് സൈസ്ഡ് ഹോൾ ഉണ്ട്. ഞാനിത് മിക്കവാറും എല്ലാ ആൾട്ടേഴ്സിലും ഞാൻ പറയാറുണ്ട്, ബിക്കോസ് ദാറ്റ് ഇസ് ട്രൂ. വി ആർ മെയ്ഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്, റൈറ്റ്? അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ഗോഡ് സൈസ്ഡ് ഹോൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മിക്കവാറും തിരക്കി നടക്കും. നിങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള ആളുടെ അടുത്ത് കണ്ടെത്തി. നിങ്ങളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. പക്ഷെ കുറെ ആൾക്കാർ പുറയിലുണ്ട്, കുറെ ആൾക്കാർ അപ്പുറത്തുണ്ട്, കുറെ ആൾക്കാർ വെളിയിലുണ്ട്, കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ കണ്ടെത്താൻ പറ്റാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. എത്ര പൂജ ചെയ്താലും, എത്ര ഫേമസ് ആയാലും, എത്ര പൈസ കിട്ടിയാലും, എത്ര പടങ്ങൾ ഹിറ്റായാലും, എത്ര ആരാധകന്മാർ വന്നാലും, എനിക്ക് കല്യാണം ഒരു നല്ല ആളോട് കഴിഞ്ഞിട്ട് പോലും, കുട്ടി കൃത്യമായിട്ട് സമയത്തിന് എനിക്ക് കർത്താവ് തന്നിട്ട് പോലും, നല്ല അമ്മ, നല്ല അച്ഛൻ, നല്ല അമ്മായിയമ്മ, നല്ല അമ്മായിയപ്പൻ, ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ട് പോലും എന്തോ ഒരു കുറവുണ്ടായിരുന്നു. എതിനെയോ ഞാൻ നോക്കി തിരക്കി നടക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 30 മുക്കോടി ദേവന്മാരുണ്ടെന്ന് പറയും ഹിന്ദുയിസത്തില്. പക്ഷെ അവിടെ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല, കംപ്ലീഷൻ കിട്ടിയില്ല. ബിക്കോസ് ആ സ്പേസ് എംപ്റ്റി ആയിരുന്നു. ആ സ്പേസ് ഒരു പസിൽ പീസിനെ പോലെയാണ്. കർത്താവ് മാത്രമേ അതിലിരിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ മാത്രമേ അതിനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്വരം മാത്രമേ നമ്മുടെ ആത്മാവിനെ നമുക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ള സ്വരങ്ങളുണ്ട്, ലോകത്ത് സ്വരങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഫ്ലഷിന്റെ സ്വരമുണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കും. പക്ഷെ നമ്മുടെ ആത്മ നയിക്കുന്നത്, നമ്മുടെ ആത്മ കേൾക്കാൻ പറ്റുന്നത്, നമ്മുടെ ആത്മ കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ ആശ്വാസം കിട്ടുന്ന സ്വരം ഈശോയുടെ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോനെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആൻഡ് ഞാനൊരു ഹിന്ദു ബ്രാഹ്മൺ ഫാമിലി എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ സെയിൻറ്റ് ജോസഫ് കോൺവെന്റിലാണ് പഠിച്ചതൊക്കെ. പിന്നെ എൻ്റെ അനിയൻ സെയിൻറ്റ് ബീഡ്സിൽ പഠിച്ചു. അപ്പൊ അമ്മയ്ക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ റോസറി മെട്രിക്കുലേഷനിൽ പഠിക്കണമെന്ന്. എനിക്കത് ഇഷ്ടമില്ല. ഞാൻ ഒരു ഭയങ്കര സൂപ്പർ പട്ടത്തിയായിരുന്നു, ഭയങ്കര പ്രൈഡും കാര്യങ്ങളും. ഞാൻ പട്ടത്തിയാണ് അങ്ങനെ. സോ ദൈവത്തെ, ബ്രഹ്മത്തെ അറിന്തവൻ ബ്രാഹ്മണൻ എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ അതിന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിച്ചു. എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാം, ബ്രഹ്മാവിനെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാ ക്രിസ്ത്യൻ സ്കൂളിൽ പോയി പഠിക്കണം, എനിക്ക് ഹിന്ദു സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ പോയി എൻട്രൻസ് എക്സാം വേണോന്ന് ഫെയിലായി. എഴുതിയില്ല, ശരിക്കും പേപ്പറൊക്കെ എഴുതാതെ ഞാൻ തിരിച്ചു തന്നു. അമ്മയടുത്ത് വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യും, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഫെയിലാവും. അപ്പോൾ ഐ വോണ്ട് ടു ഗോ ടു എ ഹിന്ദു സ്കൂൾ. സോ ചിൽഡ്രൻസ് ഗാർഡൻ എന്നുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പൊ അന്ന് 2 ആൾക്കാരെ ഹെവനിൽ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ടാവും, ജോക്കിനെ കണ്ടതുപോലെ. ഓ, നിനക്ക് റോസറി മെട്രിക്കുലേഷൻ വേണ്ട അല്ലേ എന്ന് പറഞ്ഞു. ഒന്ന് ഈശോ, ഒന്ന് ഈശോയുടെ അമ്മ, ഒന്ന് നമ്മുടെ അമ്മ. ഈശോയുടെ അമ്മ ആൻഡ് നമ്മുടെ അമ്മ മാതാവ്. അവർ ചിരിച്ചിട്ടുണ്ടാവും. നീ റോസറിയുടെ കോൺഗ്രിഗേഷനിൽ തന്നെ വന്ന് ചേരാൻ പോവാ, ഞാനൊരു ഡൊമിനിക്കനാണ്, നീ ഏത് സ്കൂൾ വേണ്ടാം എന്ന് പറയുന്നുണ്ടോ അത് ഇട്ട് തന്നെ നീ നടക്കാൻ പോവാ റോസറി, റൈറ്റ്? ഭയങ്കരമായിട്ട് അവർ ചിരിച്ചിട്ടുണ്ടാവും. മോളെ, നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, നീ അവസാനം വരേണ്ടത് ഈ സ്ഥലമാണ്, അപ്പൊ നമുക്ക് സംസാരിക്കാം എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. സോ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പെയിൻ, പിന്നെ മാനസിക പ്രശ്നമുണ്ടായിരുന്നു, ഡിപ്രഷൻ. കുട്ടി ഉണ്ടായതിനു ശേഷം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അത് പക്ഷേ ഒരു 1 or 2 months അത് മാറണം. അത് മാറിയില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു, നീണ്ടുകൊണ്ടിരുന്നു. ഡിപ്രഷൻ, ആൻസൈറ്റി, പിന്നെ സൂസൈഡൽ ടെൻഡൻസീസ്, ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ, ടെസ്റ്റിമണിയുടെ വേർഷൻ ഒരുപാടുണ്ട് യൂട്യൂബിൽ. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടോക്ക് ഫ്യൂ തിങ്സ്. കുറച്ച് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അവരുടെ മണവാട്ടികളോട് ഇതൊക്കെ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒബീഡിയന്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാൻ പോവാണ്. ഓക്കെ, സോ ഈ ഡിപ്രഷനൊക്കെ കൂടി പോയി, സൂസൈഡൽ ടെൻഡൻസീസ് കൂടി പോയി. എനിക്ക് ആ മാരേജിനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഒരു നല്ല വൈഫായിട്ടോ ഒരു നല്ല അമ്മയായിട്ടോ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ബിക്കോസ് എപ്പോഴും ഞാൻ ഡിപ്രഷനിലായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 2ാമത്തെ പ്രഗ്നന്റ് ആയി. എൻ്റെ മോനെ ഒരു 1.5 വയസ്സായപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയും വന്നു. അപ്പൊ എനിക്ക് ബാക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബോർഷൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. ദ ലൈഫ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ. ലൈഫ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ. ഒരു സ്പേം ഒരു എഗ്ഗിനുള്ളിൽ പോയ ആ സെക്കൻഡ്, ആ വിനാഡി ലൈഫ് തുടങ്ങി. കൺസെപ്ഷനിൽ ലൈഫ് തുടങ്ങി. പക്ഷെ ഇങ്ങനത്തെ സത്യം ക്രിസ്ത്യാനിറ്റിയിലെ മാത്രമാണ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ബിക്കോസ് ക്രൈസ്റ്റ് ഇസ് സത്യം. സിമ്പിൾ. ക്രൈസ്റ്റ് ഇസ് സത്യം. അതുകൊണ്ട് ഈ ഒരു ട്രൂത്ത് ക്രിസ്ത്യാനിറ്റിയിലെ മാത്രമാണ്, ക്രിസ്ത്യാനി ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞങ്ങൾ അതിനെ പോയി അബോർഷൻ ചെയ്തു. അപ്പൊ അതിനുശേഷം ഒരുപാട് കൂടിപ്പോയി, ഡിപ്രഷൻ ഒരുപാട് കൂടിപ്പോയി. ഞാൻ ടോട്ടലി 7 പ്രാവശ്യം ആത്മഹത്യ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോരോ പ്രാവശ്യവും കർത്താവ് ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ഇല്ലാതെ, ഒരു മരുന്നില്ലാതെ, ആശുപത്രി പോകാതെ, ഓരോരോ പ്രാവശ്യവും every single time the Lord has saved me. But He's given me an ultimatum. He said, if you try one more time, I will not save you. Right? 7 പ്രാവശ്യം ജീസസ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ആത്മഹത്യ എന്ന് പറയുന്നത് സിന്നാണ്, പാപമാണ്. നേരെ ഹെല്ലിന് പോകത്തുള്ളൂ അല്ലേ ആരെങ്കിലും ആത്മഹത്യ ചെയ്ത? സോ അങ്ങനെ ഒരു ജീവിതത്തിൽ ഞാൻ തിരക്കുമായിരുന്നു. ഹൂസ് ഗോഡ്, ഹൂസ് ഗോഡ്, വൈ ആം ഐ ഗോയിങ് ത്രൂ ദിസ്? ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പാട്ടിനുള്ളിൽ ഞാൻ പോകുന്നുണ്ട്? ഇത്ര സഫറിങ് എനിക്ക് എന്തിനാണ്? ഈ 30 മുക്കോടി ദേവர்களுം ബിസിയാണോ? ആരും കിട്ടുന്നില്ലല്ലോ, ഫോണിലും കിട്ടുന്നില്ല, ഇമെയിലിലും കിട്ടുന്നില്ല, നേരെ പോയിട്ടും കിട്ടുന്നില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് എന്നൊക്കെ ഞാൻ തിരക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇരുന്ന് വെറുതെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. റിയൽ ഗോഡ്, സത്യമായിട്ടുള്ള ഒരു ദൈവം, സത്യസന്ധനായുള്ള ഒരു ദൈവം എവിടെയോ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു ലോകം കിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആ ദൈവത്തിന് മതമുണ്ടോ, ആ ദൈവം ആണാണോ പെണ്ണാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് എന്നും ഞാൻ ചോദിക്കും, റിയൽ ഗോഡ്, യു നീഡ് ടു ഷോ മീ യുവർ ഫേസ്. യു നീഡ് ടു ടെൽ മീ യുവർ നെയിം. യു നീഡ് ടു ടെൽ മീ വൈ യു ആർ. യു നീഡ് ടു ടെൽ മീ ഹൂ യു ആർ എന്ന് ഞാൻ എന്നും ചോദിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഡിപ്രഷൻ കൂടി പോയപ്പോൾ ഉറക്കത്തിന്റെ പ്രോബ്ലം ഒരുപാട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വായിച്ചാലേ ഉറങ്ങാൻ പറ്റും. അപ്പൊ ഒരു ബൈബിൾ ഞാൻ എൻ്റെ വീട്ടില് നിന്ന് ഒരു കുട്ടിയെടുത്ത് നിന്ന് ഒരു പ്രോട്ടസ്റ്റന്റ് ബൈബിൾ വാങ്ങി ഞാൻ വായിച്ചു. ജെനസിസ് ചാപ്റ്റർ 1, ജെനസിസ് ചാപ്റ്റർ 2. അത് വായിച്ചതിന് ശേഷം എൻ്റെ ജീവിതം ടോട്ടലി മാറി. ബിക്കോസ് എനിക്ക് എൻ്റെ ജീവനായ ഈശോ കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരു പട്ടത്തി ബൈബിൾ പഠിക്കുമ്പോ പെട്ടെന്ന് ലൈഫ് മാറി. ക്രിസ്ത്യാനികൾ ബൈബിൾ പഠിച്ചാലോ അതിലും നമ്മുടെ ലൈഫ് മാത്രമല്ല, നമ്മളെ ചുറ്റിയുള്ള ആൾക്കാരുടെ ലൈഫും മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. God was word. The word was with God and the word was God. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അറിയാതെ ഞാൻ പഠിച്ചപ്പോ തന്നെ എൻ്റെ ജീവിതത്തില് എൻ്റെ ജീവനായ ക്രിസ്തു എനിക്ക് കിട്ടി. ഹല്ലേലൂയ. ജീസസ് നമ്മളെയൊക്കെ എങ്ങനെ വിളിക്കുന്നു? ഇംഗ്ലീഷിൽ അറിയാം. ആരെങ്കിലും എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തരണം. ദി ആപ്പിൾ ഓഫ് മൈ ഐ. കണ്ണിലുള്ള കൃഷ്ണമണി. വൈ ഈസ് ഹി നോട്ട് കോളിംഗ് അസ് ഹാർട്ട്, കിഡ്നി, ലിവർ അങ്ങനെയൊന്നും വിളിക്കുന്നില്ലല്ലോ? എന്തിനാ? ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ഓർ ഓർഗൻ ഇസ് ദി ഐസ്. ഒരു ചെറിയ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കിനി വേറെ ഒന്നിനും കോൺസെൻട്രേറ്റേ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമുക്കത് എടുത്ത് ക്ലീൻ ആക്കിയേ പറ്റൂ. കണ്ണ് നമുക്ക് കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സുഖിക്കാൻ പറ്റുമോ? ഒരു സുഖിച്ചിട്ടുള്ള ഒരു ലൈഫ് കിട്ടുമോ? ഒരു ഹാപ്പി ലൈഫ് കിട്ടുമോ? കിട്ടത്തില്ല. ഹാപ്പി ആയാലും നമുക്ക് കണ്ണുകളിൽ കാണാം, സാഡായാലും ദുഃഖമായാലും നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കാണാം. കണ്ണിന്റെ കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാഴ്ച ഇല്ലെങ്കിലും കണ്ണ് ഭയങ്കര ഒരു സെൻസിറ്റീവ് സംഭവമാണ്. അത്ര സെൻസിറ്റീവ് ആയിട്ടാ കർത്താവ് നമ്മളെ നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇനി നിങ്ങൾ ആർക്കെങ്കിലും പ്രോബ്ലം വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയി കർത്താവിനോട് ചോദിക്കും? കർത്താവേ, നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണിയാണെന്ന്, ഇത് എന്താണ് ഇത് സംഭവിക്കുന്നത് കർത്താവേ? വാട്ട് ഈസ് ദിസ്? പക്ഷേ കർത്താവിനോട് പറയണ്ട, ഞാൻ നിങ്ങളെ പറയാൻ പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞെന്ന് മാത്രം പറയണ്ട. ഓക്കെ? സോ നിങ്ങൾ പോയി ചോദിക്കണം. ചിലപ്പോൾ കർത്താവ് പറയും ഞാൻ മുൾമുടി എടുത്തതുപോലെ നീ എടുക്കണമെന്ന് പറയും. പക്ഷെ അത് എടുക്കാനുള്ള ധൈര്യവും അത് എടുക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്തും കർത്താവ് തന്നെ നമുക്ക് തരും. നിങ്ങൾ എല്ലാവരും അറിയോ, റിലീജിയസ് അച്ഛന്മാരോടും ഞാൻ പറയുക, റിലീജിയസ് എല്ലാ സിസ്റ്റേഴ്സിനോടും പറയുക, യു ആർ ജസ്റ്റ് വൺ സ്റ്റെപ്പ് അവേ ഫ്രം സെയിന്റ്ഹുഡ്. അറിയാവോ? യു ആർ ജസ്റ്റ് വൺ സ്റ്റെപ്പ് അവേ ഫ്രം സെയിന്റ്ഹുഡ്. And that one step is yes, yes, yes. That is that one step. ജീസസ് എന്ത് പറഞ്ഞാലും നമ്മൾ യെസ് പറയുമ്പോൾ വി ആർ ഗോയിങ് ക്ലോസർ ടു സെയിന്റ്ഹുഡ്. എനിക്കാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടുണ്ട്, ഞാൻ മാർട്ടിറാവണം, ഇല്ലെങ്കിൽ റിലീജിയസ് ലൈഫിനെ പോലെ അതിനനുസരിച്ച് ഒരു ജീവിക്കുന്ന ജീവനാവണം, എന്നാൽ എ സിയിൽ കിടക്കാൻ പാടില്ല, കാറിൽ പോകാൻ അങ്ങനെയൊക്കെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഫോളോ ചെയ്യണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. So you are blessed. You have the best husband in the entire world. Hallelujah. This is even for the priests. You know what is a gift you both carry? You know what is the gift you guys are carrying? Christ himself in persona Christi. In the person of Christ. ക്രിസ്തുവായിട്ട്, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാ നിങ്ങൾ. ഞങ്ങൾക്ക് മരിക്കാനും പറ്റത്തില്ല നിങ്ങളില്ലാതെ, ജീവിക്കാനും പറ്റത്തില്ല നിങ്ങളില്ലാതെ, ജനിച്ചിട്ടും വേസ്റ്റ് ആണ് നിങ്ങളില്ലാതെ. ആ ഒരു ജനനം ഒരു മീനിങ് ഉണ്ടാവത്തില്ല ബാപ്റ്റിസം ഇല്ലാതെ. അതുകൊണ്ട് അച്ഛന്മാർ ഇസ് ലൈക്ക് വെരി വെരി സ്പെഷ്യൽ ടു മീ. ഐ കീപ് ദം ഇൻ എ പെഡസ്റ്റൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സമയത്ത് ഞാൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നം കണ്ടായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്ന സുന്ദരൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ Lord, we surrender all the mics and gadgets into your holy nailed hands. Please take care of it in Jesus' name. Amen. So, ആദ്യമായിട്ടാണ് ഞാൻ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത്. സ്വപ്നത്തിൽ കണ്ട ഒരു സുന്ദരൻ. സോ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ? സോ ഐ വാസ് സ്റ്റാൻഡിങ് ഇൻ എ ഫ്ലഡ്. ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു എല്ലാ സ്ഥലത്തും. പിന്നെ എവിടെയും ലാൻഡേ കാണുന്നില്ല, ലാൻഡേ ഇല്ല. സോ ഐ വാസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ഇൻ എ വെരി ഒരു കൊച്ചൊരു ലാൻഡിൽ ഇങ്ങനെ ഞാൻ നിൽക്കുമായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതാണ് നമ്മുടെ കർമ്മ. നമ്മൾ ആലോചിക്കാത്ത സമയത്ത് പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോകുന്നത് നമ്മുടെ കർമ്മമാണ്. അപ്പൊ ഇതിന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എൻ്റെ ദൈവം. ബിക്കോസ് ഏത് മതത്തിലും ഏത് മതത്തിൻ്റെ ബുക്കിലും ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഹല്ലേലൂയ. ഞാൻ നിന്റെ കുറ്റങ്ങൾ, ഞാൻ നിനക്ക് മാപ്പ്, അല്ലേ, മന്നിപ്പ്, മാപ്പ്, വാട്ട് ഇസ് ഇറ്റ്, മാപ്പാണോ? മാപ്പ് തരും എന്ന് ഒരു ദൈവം പോലും, ഒരു പ്രോഫിറ്റ് പോലും, ഒരു സെയിന്റ് പോലും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നെ കൊണ്ട്, എൻ്റെ നാമത്തിൽ നീ എന്തെല്ലാം പിതാവിനോട് ചോദിക്കുന്നുണ്ടോ അത്ര കാര്യങ്ങളെയും ഞാൻ നിനക്ക് തരും എന്ന് വേറെ ഒരു ബുക്കിലും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒറ്റ ബുക്ക് ബൈബിളാണ്. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു ആൺ. The real man is Jesus the Christ, Messiah, King of Kings, Lord of Lords, Lion of Judah, my beloved and your beloved. Hallelujah, hallelujah. ഫസ്റ്റ് ഞാൻ എൻ്റെ ബിലവഡ് എന്ന് തന്നെ പറയും. ഓക്കെ? ദേഷ്യപ്പെടരുത് ആരും. സോ അങ്ങനത്തെ ഒരു സുന്ദരനായ ഒരു പുരുഷൻ. ഓ മൈ ഗോഡ്, amazing, amazing looking, dapper, dashing, stunning, awesome looking guy.
ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളെല്ലാം നൺസാണ്, ഞാൻ നന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഞാൻ, ആരാണ് ഇത്, ഹൂ ഇസ് ദിസ്? കംപ്ലീറ്റ്ലി മെസ്മറൈസ്ഡ്. ആൻഡ് അവരുടെ ഒരു ചിരി എൻ്റെ പേടി മാറി, എൻ്റെ ദുഃഖം മാറി, ഞാൻ ഒറ്റക്കാണ് എന്നുള്ള എൻ്റെ ആ ഒരു തോട്ട് മാറി, എല്ലാം മാറി ഒരു പുഞ്ചിരിയിലും. He is a very romantic guy. അറിയാമോ? He's a very romantic guy. അറിയത്തില്ലേ? ആർക്കറിയാം? Honestly, raise your hands. ആർക്കറിയാം റൊമാൻറ്റിക് ആണെന്ന്? അറിയാത്ത ആൾക്കാർ ഇന്ന് ചോദിക്കണം, അതെന്താ ഈശോവേ എന്നോട് മാത്രം റൊമാൻസ് കാണിക്കാത്തത് എന്ന് നിങ്ങൾ പോയി ഫൈറ്റ് ചെയ്ത് അവരോട് റൊമാൻറ്റിക് ആകാൻ പറയണം. ഓക്കെ? ഹല്ലേലൂയ, ആമേൻ. ഫാന്റാസ്റ്റിക്. Even the priest, even you both should ask, Appa, I believe you are very romantic. When are you planning to show me? എന്ന് ചോദിക്കണം. അവരുടെ റൊമാൻസ് എന്ന് പറയുന്നത് earthly romance അല്ല. It is something beyond. It is something above. It is something greater. It is something which cannot be equaled to anything. അപ്പം ഞാൻ കണ്ട് മെസ്മറൈസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഇവർ എന്നെ രക്ഷിക്കാൻ പോകുന്നു, അപ്പൊ ഇവരായിരിക്കും എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞ ഉടനെ ഒരു ബ്യൂട്ടിഫുൾ പുഞ്ചിരി. ഓ മൈ ഗോഡ്. ആ പുഞ്ചിരിയിൽ എൻ്റെ ജീവിതം തീർന്നു. ആ പുഞ്ചിരിയിൽ എൻ്റെ ജീവിതം സുരക്ഷിതമായി. ആ പുഞ്ചിരിയിൽ എനിക്ക് മനസ്സിലായി, ഇനി എന്നെ ഒരാളും തൊട്ടാൻ പറ്റത്തില്ല. ഞാൻ കിട്ടില്ല ആരുടെ കയ്യിൽ, ഞാൻ ഈശോയുടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആരുടെയാ? അപ്പൊ നമുക്ക് പറയാമോ ഒന്നിച്ച്, ഞാൻ ഈശോയുടെയാണ്, ഞാൻ ആർക്കും കിട്ടില്ല, ഞാൻ ഈശോയുടെ ആയി, ഞാൻ ഈശോയുടെ ആയി തീർന്നു. സ്റ്റോറി ഓവർ. ഹല്ലേലൂയ. സോ അപ്പോ എന്നോട് ഇങ്ങനെ ചിരിച്ച ഒരാൾ ഇങ്ങനെ തിരിഞ്ഞപ്പോ വേറെ ഒരാൾ ഉണ്ടായിരുന്നു. പക്ഷെ അയാളെ കണ്ടപ്പോ എനിക്ക് ഈ ഫീലിംഗ് വരുന്നില്ല. ഒരു തമിഴ് സിനിമ റേഞ്ചിൽ പറയണമെങ്കിൽ ഒരു ഹീറോവും ഹീറോയിന്റെ ബ്രദറും. സോ ഇവരെ മാത്രം നമുക്ക് ചേട്ടാ എന്ന് വിളിക്കാം, അവരെ പിന്നെ ചേട്ടാ എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഒരാള്. പിന്നീട് എനിക്ക് മനസ്സിലായി അത് നോവായിരുന്നു, നോവാസ് ആർക്ക്. പിന്നെ ഈശോ എന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ദ ഫിംഗർ ഓഫ് ഗോഡ്. അവരോട് എന്തോ പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് വേറെ ഒരു സ്ഥലത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ബോട്ട് പോലത്തെ ഒരു സാധനം ഇങ്ങനെ മെതക്കുമായിരുന്നു വെള്ളത്തിന്റെ മുകളിൽ. സോ ദാറ്റ് ഈസ് നോവാസ് ആർക്ക്. പിന്നീട് മനസ്സിലായി എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇസ് ഹി ഗോയിങ് ടു സേവ് മീ ഇൻ ദിസ്? ഈസ് ഗോയിങ് ടു ബി മൈ ഗോഡ്. അപ്പൊ മമ്മി എന്നൊരു ശബ്ദം, എൻ്റെ മോൻ വന്ന് എന്നെ വിളിച്ചുണർത്തി. സോ ഞാൻ എണീറ്റ് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. വാട്ട് ഡിഡ് ഐ ജസ്റ്റ് സീ? ഹൂ ഡിഡ് ഐ ജസ്റ്റ് സീ? എനിക്ക് ഈശോ ആണെന്ന് എനിക്ക് അപ്പം കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഈ ഇന്ദ്ര എന്നുള്ള കുട്ടിയോട് ഞാൻ പോയി പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അക്ക അത് ഈശോ ആണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഈശോന് എന്ത് ഒരുപാട് സമയമുണ്ടോ കയ്യിൽ? പട്ടത്തിയുടെ കനവിൽ പട്ടത്തിയുടെ സ്വപ്നത്തിലൊക്കെ എന്തിനാ വരുന്നത്? കാത്തലിക്സ് ആരും ഇല്ലേ, ക്രിസ്ത്യൻസ് ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെ എന്നോട് ഒരു സെന്റൻസിൽ മൊത്തം ഗോസ്പൽ പറഞ്ഞു. നിങ്ങളാണ് ഈശോവിനെ വേറെയായിട്ട് കാണുന്നത്, ഈശോയിനെ നമ്മളെല്ലാവരും സെയിം ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോവിനെ അറിയാത്ത ആൾക്കാർ ഇനിയുമുണ്ട്. ഈശോവിനെ അറിയാൻ പാടില്ലാതെ അറിയാത്ത ഒറ്റ കാരണം കൊണ്ട് ദുഃഖത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ദുഃഖിക്കുന്ന ആൾക്കാരുണ്ട്, പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു ജീവനുണ്ട്, ജീവിതം നമ്മുടെ സ്വസ്ഥമാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അറിയാത്ത ആൾക്കാരുണ്ട് പുറത്ത്. അവർക്കൊക്കെ നിങ്ങളാണ് സയൻസ്. ഈ ഹാബിറ്റിന് ഈസി ആയിട്ട് എടുക്കല്ലേ. 2000+ ഇയേഴ്സിലുള്ള അത്ര ഒരു പവറും മെസ്സേജും കൺസലേഷനും ഹാപ്പിനെസ്സും ആ സെക്യൂരിറ്റിയും നിങ്ങളുടെ ഈ ഒറ്റ ഹാബിറ്റ് കണ്ട ചില ആൾക്കാർക്ക് മനസ്സിലാവും.
ഒരു ഹോസ്പിറ്റലിൽ, ഞാൻ ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്യാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോൾ ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു, ദേ ഷെയർഡ് ദിസ് വിത്ത് മീ. അപ്പൊ ഈ ഒരാള് മരിക്കാൻ തയ്യാറായിട്ട് കിടക്കാണ്, മരിക്കുന്നുണ്ട്, സ്ലോലി ഹീസ് ഡൈയിങ്. അപ്പൊ അവര് എന്തിനു വേണ്ടിയോ ഭയങ്കര ആൻഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു അച്ഛൻ അകത്ത് വന്ന ഉടനെ, അച്ഛന്റെ കസാക്ക് കണ്ട ഉടനെ അപ്പ വരെ ചിരിച്ചിട്ടില്ല അയാള്. മരിക്കുന്ന ഒരു മനുഷ്യൻ ഈ അച്ഛന്റെ കസാക്ക് കണ്ട ഉടനെ ഒരു ചിരി. അതാണ് നമ്മുടെ ഹാബിറ്റ്സ് ആൻഡ് കസാക്ക്. ഞാൻ നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു എന്തിനാണെന്നറിയോ? ദിസ് ഇസ് മൈ ഹാബിറ്റ്. Who laughed? This is my habit, really. So that is the power behind this. പിന്നെ ഈ സ്വപ്നത്തിന് ശേഷം ഞാൻ ഈശോയുടെ പുറയിൽ നടക്കാൻ തുടങ്ങി, ഈശോ എൻ്റെ പുറയിൽ നടക്കാൻ തുടങ്ങി. ഞാൻ ബിസിയായി നിൽക്കുമ്പോൾ ഈശോ എൻ്റെ പുറയിൽ നടക്കും, ഞാൻ ബിസിയായില്ലാതപ്പോൾ ഞാൻ ഈശോയുടെ പുറയിൽ നടക്കും. നല്ല അഗ്രിമെന്റ് അല്ലേ? നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ് ഇത്. വെൻ വി ആർ ബിസി, നമുക്ക് ബോധ്യം ഉണ്ടാവണം, ഈശോ എൻ്റെ കൂടെയാണ്, എൻ്റെ പുറയിലാണ്, എൻ്റെ അടുത്താണ്, എൻ്റെ ഉള്ളിലുണ്ട്. കുർബാനയിൽ സ്വീകരിക്കുന്നില്ലേ ഈശോയെ? അപ്പൊ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ബിസി ആയിട്ടില്ലെങ്കിൽ ഞാൻ ഈശോയോടൊപ്പം ഉണ്ടായിരിക്കും, ഈശോയോട് തന്നെ ഉണ്ടായിരിക്കും, ഈശോവിൻ്റെ അടുത്തുണ്ടായിരിക്കും, ഈശോയുടെ കൈ പിടിച്ച് തന്നെ ഞാൻ നടക്കും. ഈശോവിനെ സ്നേഹിക്കുന്നത് മാത്രമാണ് എൻ്റെ അന്നത്തെ ഡ്യൂട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ഇതിനുശേഷം CSI ചർച്ച് പോയി, AG അസംബ്ലി പോയി, ഒരുപാട് ചർച്ചസിനെ ഈശോ എന്നെ കൊണ്ടുപോയി. പക്ഷെ അവിടെ ഞാൻ മാതാവിനെ കണ്ടില്ല. ഒരു മാതാവിനെ അവർക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പോലെ, നിങ്ങളെ പോലെ സ്ത്രീനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യും? ഹല്ലേലൂയ. Mother was a walking tabernacle of God. She was a walking tabernacle. She is the ark of the New Testament. She is a gateway to heaven. She is a morning star. She is a seat of wisdom. She is our mother. നമ്മുടെ അമ്മയാണ്, നമ്മുടെ സ്വന്തം അമ്മയാണ്. അപ്പം എനിക്ക് അവരവിടെ കാണാൻ പറ്റിയില്ല. ഞാൻ കൊന്തയൊക്കെ ചൊല്ലാൻ തുടങ്ങിയായിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ എല്ലാ കാര്യവും മാതാവിനോട് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാളിനെ നല്ലപോലെ മനസ്സിലാക്കുന്നത് ആരാണ്? അവരുടെ അമ്മയാണ്. അപ്പൊ ഞാൻ ഒരു കറക്റ്റ് രീതിയിൽ ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ ആളെ എനിക്ക് ഇഷ്ടമാണ്, അപ്പൊ ഫസ്റ്റ് ഇയാളുടെ അമ്മയെ പിടിച്ചാലേ ഇയാളെ എനിക്ക് കിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അമ്മയെ പിടിക്കാൻ തുടങ്ങി. അമ്മയെ ഞാൻ പിടിച്ചോന്ന് അറിഞ്ഞൂടാ, അമ്മ എന്നെ പിടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ആരുടെ കയ്യിലും കിട്ടത്തില്ല, തെറ്റായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഞാൻ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഒരു കൺഫ്യൂഷൻ പോലും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഒരു പ്രോബ്ലം പോലും എന്നെ അഫക്ട് ചെയ്യത്തില്ല. ഹല്ലേലൂയ. കൃത്യമായിട്ട് ഞാൻ എന്നും ഓരോരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഞാൻ ഈശോന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെ നടന്നായിരുന്നു. 4 ബൈബിൾ റീഡിങ്സ്, 4 Sundays. Okay, first Bible reading, the Son of Man has authority to forgive sins on earth. മനുഷ്യപുത്രന് അധികാരമുണ്ട്, നിങ്ങളുടെ പാപം ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കർമ്മ എന്നാണ്. ഈ ഒരു വാക്ക് ലോകത്തുള്ള ഏത് ബുക്കിലും ഇല്ല, ആരും പറഞ്ഞിട്ടില്ല, കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബൈബിളിൽ മാത്രമേ ഉണ്ട്. ഹല്ലേലൂയ. കുംഭസാരം എന്ന് പറയുന്ന ആ ഒരു വലിയ ഗിഫ്റ്റ്, ഓ മൈ ഗോഡ്. ഈ കുംഭസാരിക്കുന്ന കാത്തലിക്സ്, കുംഭസാരിക്കുന്ന ഓർത്തഡോക്സ്, നമ്മൾ എത്ര പവർഫുൾ ആണെന്നറിയോ? സേറ്റന് പോലും അറിഞ്ഞൂടാ നമ്മൾ എന്താണ് തെറ്റ് ചെയ്തത്. ഇതിന്റെ മുമ്പ് ഞാൻ കുംഭസാരിച്ചു, ഞാൻ ഈ സിസ്റ്ററിനെ അടിച്ചു, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, ഞാൻ അടിച്ചു. അപ്പൊ ഞാൻ ഫീൽ ചെയ്തു, അയ്യോ ഒരു സിസ്റ്ററിനെ അടിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കുംഭസാരിച്ചു. കുംഭസാരിക്കുന്നവരെ സാത്താന് അറിയാം ഞാൻ എന്താ ചെയ്തതെന്ന്. കുംഭസാരിച്ചതിന് ശേഷം സാത്താന് അറിഞ്ഞൂടാ, അവന്റെ നോളജിൽ നിന്ന് അത് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോവിന് അത് ഓർമ്മയുണ്ടാവില്ല, സിസ്റ്ററിന് ഓർമ്മയുണ്ടാവും, ഈശോവിന് അത് ഓർമ്മയുണ്ടാവില്ല. ഈശോന്റെ അടുത്ത് പോയി, ഈശോയെ ഞാൻ അന്ന് ആ സിസ്റ്ററിനെ, ഏത് സിസ്റ്ററിനെ? ഏത് നീ കട്ടിപിടിച്ച സിസ്റ്ററാണോ? ഇല്ല ഈശോയെ, ഞാൻ അന്ന് അടിച്ചു. നീ എപ്പോ അടിച്ചു? നീ എപ്പോ ഇത് ചെയ്തു? എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ര ഒരു വലിയ ഗിഫ്റ്റ്
നമുക്ക് ഈശോ തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മൾ താഴെ വീഴുന്ന ആൾക്കാരാണ്, എപ്പോഴും വീണോണ്ടിരിക്കും. പക്ഷെ എണീക്കണം. എണീക്കാനുള്ള കൃപ നമ്മുടെ കയ്യിലുണ്ട്, എണീക്കാനുള്ള ധൈര്യം നമ്മുടെ കയ്യിലുണ്ട്, എണീക്കാനുള്ള ഫലം നമ്മുടെ കയ്യിലുണ്ട്. ബിക്കോസ് ഈശോ നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങനെ തിരക്കി നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ റീഡിങ്സ് 4 സൺഡേനുള്ളിൽ ഈ 4 റീഡിങ്സ്. ഫസ്റ്റ് ഇസ് the Son of Man has authority to forgive sins on earth, Matthew chapter 9 verse 6. And then the second reading is, when you believe in me, you will do more mightier things than me. എന്നെ ഇവയെക്കാളും നീ വലിയ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ? എന്തിനാ? തുടങ്ങിയില്ലെങ്കിൽ ഈ ടോക്കിന് ശേഷം തുടങ്ങണം. തീർച്ചയായിട്ടും, ജോക്കല്ല, സീരിയസ്ലി. ഈശോ പറഞ്ഞ് ലോകമുണ്ടായി, ഈശോ പറഞ്ഞ് സൂര്യനുണ്ടായി, ഈശോ പറഞ്ഞ് ചന്ദ്രനുണ്ടായി, ഈശോ പറഞ്ഞ് വെള്ളം വന്നു, ഈശോ പറഞ്ഞ് കടൽ, സീ, നൈറ്റ്, ഡേ, ഇങ്ങനത്തെ സെപ്പറേഷൻസ് വന്നു എന്ന് പറഞ്ഞ സിന്നിനും നമുക്കും ഒരു സെപ്പറേഷൻ വരും. ഹല്ലേലൂയ. ഈശോ ചെയ്ത കാര്യങ്ങളിനെക്കാളും അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. സോ നൺസ് എന്ന നിലയ്ക്ക് നമുക്ക് ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റും, ആൾക്കാരനെ ഫർഗീവ് ചെയ്യാൻ പറ്റും. ക്ഷമ, റൈറ്റ്, പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളെ വിളിക്കത്തില്ല ഈശോ. നിങ്ങൾക്ക് അത് പറ്റൂല്ലെങ്കിൽ യു വിൽ നോട്ട് ബി സിറ്റിംഗ് ഹിയർ, അല്ലേ? ആമേൻ. സോ രണ്ടാമത്തെ വീക്ക് ഐ ഹേർഡ് യു വിൽ ബി ഏബിൾ ടു ഡു മൈറ്റിയർ തിങ്സ്. ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഈ റീഡിംഗിൽ നിന്ന്? ദാറ്റ് വി വിൽ ഡു മൈറ്റിയർ തിങ്സ്. ഞാൻ പറഞ്ഞു, അതല്ല, ഒരു അപ്പൻ മോളോടോ മോനോടോ മാത്രം പറയുന്ന ഒരു വാക്കാണ്. നീ എന്നെക്കാളും ഹാപ്പി ആയിരിക്കണം, നീ എന്നെക്കാളും നന്നായിട്ട് പഠിക്കണം, നീ എന്നെക്കാളും ഹെൽത്തി ആയിരിക്കണം, അല്ലേ? ഹല്ലേലൂയ. അത് ഈശോ എന്നുള്ള ഒരു ഒറ്റ സത്യസന്ധനായ ദൈവം മാത്രമാണ്. ഈ ലോകത്തുള്ള ആരും പറഞ്ഞിട്ടേ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മളെ വിളിക്കുന്നത് സുഹൃത്തേ എന്നാണ്, അല്ലേ? ഫ്രണ്ട്സ്, ഹി കോൾസ് us ഫ്രണ്ട്സ്. വേറെ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടോ? സ്ലേവ്, സർവന്റ്, ഇങ്ങനെയാ വിളിക്കുന്നത് ബാക്കി വേറെ ബുക്സിൽ. ഓക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്റെ അപ്പനാണ്, ഹി ഈസ് മൈ ക്രിയേറ്റർ എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ മാധവനോട് ചോദിച്ചു, അയ്യോ മാധവേ, എനിക്ക് ഈശോ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ തേർഡ് സൺഡേ, ഇഫ് വൺ ഇസ് നോട്ട് ബോൺ ഓഫ് വാട്ടർ ആൻഡ് ഫയർ. ചില ട്രാൻസ്ലേഷൻസിൽ ഫയർ എന്നുണ്ട്, ചില ട്രാൻസ്ലേഷനിൽ സ്പിരിറ്റ് എന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, ഫയർ ആൻഡ് സ്പിരിറ്റ്. വൺ കനോട്ട് അറ്റൈൻ ദ കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. മൊത്തം പോയി, കയ്യിൽ നിന്ന് പോയി. ഞാൻ വിചാരിച്ചു കയ്യിൽ കിട്ടിയായിരുന്നു എന്ന് വിചാരിച്ച സംഭവം പോയി. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഞാൻ ചോദിച്ചു, ഇതെന്താണ് ബോൺ ഇൻ വാട്ടർ ആൻഡ് ഫയർ? അപ്പൊ അവര് പറഞ്ഞു, ബാപ്റ്റിസം ഓഫ് വാട്ടർ, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ എൻ്റെ മൊത്തം കാറ്റുപോയി. ഞാൻ വിചാരിച്ചു, അയ്യോ ബാപ്റ്റിസം ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പേപ്പറിൽ വരും, എൻ്റെ ഫാമിലി എങ്ങനെ വിചാരിക്കും, എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ വിചാരിക്കും. അപ്പൊ എന്നോട് മാതാ ചോദിച്ചു, മോളെ ഇതിന്റെ മുമ്പ് നിന്റെ ഹസ്ബൻഡ് എവിടെയായിരുന്നു? നിനക്ക് ഈ സൂസൈഡൽ ടെൻഡൻസീസ്, ഡിപ്രഷനൊക്കെ വന്നപ്പോൾ നിന്റെ ഫാമിലി എവിടെയായിരുന്നു? നിന്റെ ഫ്രണ്ട്സ് എവിടെയായിരുന്നു? നിന്റെ സൊസൈറ്റി എവിടെയായിരുന്നു? നമ്മൾ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഒരു കറക്റ്റ് ഡെസിഷനിലേക്ക് എത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെ? വി ഷുഡ് ആസ്ക്, when the society stops us, ask what is society. When the people stop us, ask who are the people. When anything stops us, ask who are these, what are these. ഈശോ മാത്രമാണ് റിയൽ. അപ്പൊ എനിക്ക് മനസ്സിലായി, ജീസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ ഈ ഡിപ്രഷൻ സമയത്തും. ജീസസ് മാത്രമാണ് ഒറ്റ വഴി. ജീസസ് ഇല്ലാതെ ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഐ വാണ്ടഡ് ടു ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അതിൻ്റെ മുമ്പ് എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, എന്നിട്ടും പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്ലാൻ ബി പോയി ചോദിച്ചു ഈശോനോട്, ഈശോയെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ബിയിൽ എത്തിക്കാൻ പറ്റുമോ? ഈശോന്റെ അടുത്ത് പ്ലാൻ ബിയേ ഇല്ല. ഹല്ലേലൂയ.
ബിക്കോസ് പ്ലാൻ എ, ഈശോയുടെ പ്ലാൻ എ എപ്പോഴും സക്സസ്ഫുൾ ആണ്. ഹല്ലേലൂയ. അപ്പോ അന്നത്തെ റീഡിങ് എന്താണെന്ന് പറഞ്ഞാൽ, നീ എന്നെ കുറിച്ചോ, ഒരുവൻ എന്നെ കുറിച്ചോ, എന്റെ വാക്കുകളെ കുറിച്ചോ ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ അവനെ കുറിച്ചല്ല, പിതാവിന്റെ മുമ്പിലും എല്ലാ ഹോളി ഏഞ്ചൽസിന്റെ മുമ്പിലും അവനെ കുറിച്ച് ലജ്ജിക്കും. ഒയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച ഒരു റീഡിംഗ് ആണത്. ഐ വിൽ ബി അഷെയിംഡ് ഓഫ് യു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ കർത്താവേ, അങ്ങനെ ചാടല്ലേ, ഡിസിഷനിലേക്കൊന്നും ചാടല്ലേ. നമുക്ക് ക്ഷമ വേണം, ലൈഫിൽ ക്ഷമ വേണം. സോ വെയിറ്റ് ഫോർ മീ, വി വിൽ ഡിസൈഡ് സംതിങ്. നമുക്ക് രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും സംസാരിച്ച് എവിടെയെങ്കിലും എത്താം. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇനി ബാപ്റ്റിസം എടുത്തേ പറ്റൂ, വേറെ ഒരു വഴിയില്ല. അപ്പോ ഞാൻ തിരക്കാൻ തുടങ്ങി, ഏത് ചർച്ചിലാണ് ബാപ്റ്റിസം ചെയ്യേണ്ടത്. പിന്നെ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പോയപ്പോൾ, ഞാൻ ജീസസിനെ മനസ്സിലാക്കാൻ മാത്രം പോയ ഒരു ധ്യാന കേന്ദ്രമാണത്. എനിക്ക് അറിയില്ലായിരുന്നു എവിടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അവരോട് സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഈ ഒരു 5 ദിവസം എനിക്ക് തോന്നി, ഞാൻ ഒരുപാട് ഈശോവിനോട് ടൈം സ്പെൻഡ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്കൊരു പിടി കിട്ടി. ദ ബെസ്റ്റ് ഡെസിഷൻ ഓഫ് മൈ ലൈഫ്. ഞാൻ അവിടെ പോയി. ഫസ്റ്റ് ദിവസം തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞു. സിസ്റ്റർ സെലസ്റ്റീൻ, CMC ആണെന്ന് തോന്നുന്നു അവരെനിക്ക്. സിസ്റ്റർ സെലസ്റ്റീൻ, അവരാണ് എൻ്റെ ഗോഡ് മദർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷീ ഈസ് എ ഡോക്ടർ and I love her very much. I just love her very much. So വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ചൊക്കെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ജീസസിന്റെ ശരീരം ഇവിടെയാണെങ്കിൽ ജീസസ് ഇവിടെയാണ്, അല്ലേ? ഹല്ലേലൂയ. ജീസസ് ഇല്ലാത്ത സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഫോട്ടോ ഒക്കെ വെക്കും, അല്ലേ? ഹല്ലേലൂയ. സോ അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതാണ് ഈശോ അല്ലേ? അപ്പൊ എനിക്കിനി എവിടെയും പോകണ്ട, ഈ ചർച്ചിൽ എനിക്ക് മാമോദിസ മുങ്ങിയാൽ മതി. അപ്പോ റോസറി ചൊല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ വല്ലൂരാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് നിങ്ങൾ മാമോദിസ കൊടുത്താലേ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. അപ്പൊ വല്ലൂരാൻ അച്ഛൻ നെറ്റിപ്പോയി, പേടിച്ചു. അയ്യോ, നിമിഷത്തില് ടൈപ്പ് റൈറ്ററിനെ പോലെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഈ കുട്ടിയെ ഇനി ഒരു ആഴ്ച ഇവിടെ നിർത്തിയാൽ നമ്മൾ എല്ലാവരും ടയർഡായി പോകും. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം. അവര് ചെന്നൈയിലുള്ള എൻ്റെ വിഹാരി അച്ഛനെ വിളിച്ചു. എൻ്റെ വിഹാരി അച്ഛൻ പറഞ്ഞു, ഒരു പറ്റിയ ഒരാളാണ്, ഫാന്റാസ്റ്റിക് പേഴ്സൺ ടു ബി ബാപ്റ്റൈസ്ഡ്, കറക്റ്റ് പേഴ്സൺ, അതിനെ പറ്റിയ ഒരാളാണ്. അപ്പൊ എനിക്ക് ബാപ്റ്റിസം കിട്ടി. ക്രിസ്റ്റീന എന്ന പേര് പോലും ഞാൻ അപ്പയോട് ചോദിച്ചു. അപ്പ ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ ആൾക്കാർക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകണം ഞാൻ ആരുടെ ആളാണെന്ന്. അപ്പൊ എനിക്ക് അപ്പ 2 പേര് തന്നു, ക്രിസ്റ്റീന. എനിക്ക് എന്തോ ക്രിസ്റ്റീന ഇഷ്ടായി, അതുകൊണ്ട് ഞാൻ ആ പേര് സെലക്ട് ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ഒരു മലങ്കര പള്ളിയില് മലബാർ പ്രീസ്റ്റ് ലാറ്റിൻ റൈറ്റില് എനിക്ക് തന്ന മാമോദിസയാണ്. ഹല്ലേലൂയ. അപ്പൊ ഐ ബിലോങ് ടു ഓൾ ദ 3 ചർച്ചസ്, ഓൾ ദ 3 റൈറ്റ്സ്. ഹല്ലേലൂയ. സോ ഭയങ്കര ഹാപ്പി ആയി പോയി. എനിക്കൊരു ലോകം കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു. Then I came. പക്ഷെ എനിക്ക് 1 കൊല്ലമായി എല്ലാത്തിനും ഹീലിംഗ് കിട്ടാനായിട്ട്. കൂദാശകൾ, ഈ കൂദാശകൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ വെപ്പൺസ് ഓഫ് വാർഫെയർ ആണ്. ഒരു ഗൺ, ഒരു AK-47, ന്യൂക്ലിയർ ബോംബ്, മിസൈൽ, റോക്കറ്റ്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ കൂദാശകളിനെ ഞാൻ ശരിക്കും പാലിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് എൻ്റെ അപ്പ cervical spondylosis ഇന്ന് കംപ്ലീറ്റ് ഹീലിംഗ് കൊടുത്തു. ഹല്ലേലൂയ. ആർത്രൈറ്റിസ് ഇന്ന് കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടി. ഹല്ലേലൂയ. എൻ്റെ മാരേജ് ഡൈവേഴ്സ് വരെ പോയായിരുന്നു, മാരേജ് എനിക്ക് തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. രണ്ടാമത്തെ മോൾ വേണമെന്ന് ചോദിച്ചു. ഇപ്പൊ വരെ എന്നെ പറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ഈ നിമിഷം വരെ. ഇന്നലെ ഞാൻ ഒരു പള്ളിയിൽ പോയി സൈൻ ചോദിച്ചു. അപ്പ എനിക്ക് നിങ്ങൾ മോള് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വാവയൊക്കെ ഉണ്ടല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു ഗേൾ ബേബി എൻ്റെ അടുത്ത് വരണം. അവസാനം വന്നത് ആരാണെന്നറിയോ? ഒരു ബോയ് ബേബി. ഞാനിങ്ങനെ അപ്പായിനെ നോക്കി, ഞാൻ പറഞ്ഞത് ശരിയില്ല, ഇത്
കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പെട്ടെന്ന് ഒരു ഡെസിഷനിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ അപ്പനാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, സുഹൃത്താണ്, ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്താണ്. കല്യാണം കഴിഞ്ഞാൽ എന്ത് പറയും? they will become one body and one soul. ഒരേ ശരീരം, ഒരേ ആത്മാവ്. അപ്പൊ ജീസസ് നിങ്ങൾക്ക് ആരാണ്? ഒരേ ശരീരം. നമുക്ക് പറയാമോ? ജീസസ് എൻ്റെ ശരീരമാണ്, ജീസസ് എൻ്റെ ആത്മാവാണ്, ജീസസ് എൻ്റെ ശരീരമാണ്, ജീസസ് എൻ്റെ ആത്മാവാണ്, ജീസസ് എൻ്റെ ശരീരമാണ്. പഠിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്കൊക്കെ. സോ ആഫ്റ്റർ ദാറ്റ് ഐ വാസ് ബാപ്റ്റൈസ്ഡ്. എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി എൻ്റെ അപ്പൻ ആരാണെന്ന്. എത്ര വലിയ ആളാണെന്ന് അറിയോ? ഒയ്യോ, അറിഞ്ഞാൽ നിങ്ങൾ മയങ്ങി താഴെ വീഴും. പിന്നെ യൂക്രിസ്റ്റ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു. ഹൂ ഇസ് ദ യൂക്രിസ്റ്റിക് ലോർഡ്? ജീസസ് ആണെന്ന് അറിയാം, പക്ഷെ ഈ ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാ? വൈ? സയന്റിഫിക് ആയിട്ട് നമുക്ക് നോക്കാം, ന്യൂട്രീഷൻ വൈസ് നമുക്ക് നോക്കാം, സ്പിരിച്വൽ ആയിട്ട് നമുക്ക് നോക്കാം, നാച്ചുറൽ രീതിയിലും നമുക്ക് നോക്കാം. ലോകത്തില് ഏറ്റവും സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹല്ലേലൂയ. എന്തിനാ? കല്യാണത്തിന് ശേഷം അവർ കംപ്ലീറ്റ് ആയിട്ട് തരുന്നുണ്ട്. ഹസ്ബൻഡ് വൈഫിനും, വൈഫ് ഹസ്ബൻഡിനും കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. That is the relationship you have with the Lord. ജീസസ് ഈ ഒരു സിസ്റ്ററിന് 45%, ആ മറ്റേ സിസ്റ്ററിന് 75%, ആ മറ്റേ സിസ്റ്ററിന് 60% കൊടുത്തിട്ടില്ല. എത്ര % കൊടുത്തിട്ടുള്ളത്? 100%. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര % കൊടുത്തിട്ടുണ്ട്? കള്ളം പറഞ്ഞ എനിക്കറിഞ്ഞൂടാ, ജീസസിന് അറിയാം. എനിക്കറിഞ്ഞൂടാ, ഞാൻ വിശ്വസിക്കും. മനസ്സ്, ആത്മ, ശരീരം, തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്, ഡിസയേഴ്സ്, എല്ലാത്തിലും ഈശോ ഇല്ലെങ്കിൽ ഇന്ന് വരുത്തിക്കാൻ ശ്രമിക്കണം. അതാണ് ആക്ച്വൽ 100% പ്രേമം. ഞങ്ങളുടെ 100% ആ പ്രേമം. ഏറ്റവും ലോകത്തിലുള്ള ബെസ്റ്റ് ലവ് സ്റ്റോറിയാണ്. ഈ യൂക്രിസ്റ്റ് എന്ന് പറയുന്നത് റിയൽ ബോഡി ആൻഡ് റിയൽ ബ്ലഡ് ഓഫ് ജീസസ് അല്ലേ? ലോകത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് യൂക്രിസ്റ്റിക് മിറക്കിൾസ് ഒക്കെ നടന്നിട്ടുണ്ട്. ലാൻസിയാനോയിൽ നടന്നിട്ടുണ്ട്. പിന്നെ പോപ്പ് ഫ്രാൻസിസ് ബിഷപ്പായിരുന്നപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട് യൂക്രിസ്റ്റിക് മിറക്കിൾസ്. ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് അധികരിച്ചു. വൈ? ബിക്കോസ് നമ്മൾ തന്നെ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട് നമ്മൾ ആരെയാണ് സ്വീകരിക്കുന്നതെന്ന്. ദ കിങ് ഓഫ് ലവ്, ദ കിങ് ഓഫ് ഡിവൈൻ ലവ്. നിങ്ങളെയും എന്നെയും ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആളെയാണ് നമ്മൾ കുർബാനയിൽ സ്വീകരിക്കുന്നത്. ആ ലവിന് മെഷറേ ഇല്ല. ഞാൻ ആർക്കും മരിക്കത്തില്ല, എനിക്ക് അതൊക്കെ പേടിയാണ്. മരിക്കും. ഞാൻ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈശോ പറഞ്ഞെങ്കിൽ ഞാൻ മരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നീട് ഈശോന്റെ അടുത്ത് പോയി പറഞ്ഞു, ഈശോയെ ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ പെയിൻ ഇല്ലാതെ ഒരു മരണം തരട്ടെ പ്ലീസ് എന്ന് ഞാൻ ചോദിച്ചു. അതുപോലും ഈശോ ചോദിച്ചില്ല അവരുടെ അപ്പനോട്. 3 മണിക്കൂർ കുരിശില് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അതിൻ്റെ മുമ്പ് പാഷൻ. ബോഡിയിൽ ഈശോ മരിച്ചപ്പോൾ ഒരു ഒറ്റ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് പോലും ഇല്ല എന്നാണ് സയൻസ് പറയുന്നത്. എങ്ങനെ? ആസ്ഫിക്സിയേഷൻ,
ബ്ലഡ് ഇല്ലാതെ വരുമ്പോഴാണ് ലങ്സിനുള്ളിൽ നമുക്ക് വെള്ളം കയറും. സയന്റിഫിക്കലി പ്രൂവൻ. അത്ര ഒരു സഫറിംഗിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോഴാണ് വി ഗെറ്റ് വാട്ടർ ഇൻ അവർ ലങ്സ്. ബിക്കോസ് നമ്മുടെ ശരീരം ഇസ് ഓൾസോ മെയ്ഡ് ഓഫ് വാട്ടർ, നോട്ട് ജസ്റ്റ് ഫ്ലഷ്, അല്ലേ? യെസ് ഓർ നോ? സോ സയന്റിഫിക്കലി ഈ ഷ്രൗഡ് ഓഫ് ട്യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിലുള്ള ദ ബ്ലഡ് ആൻഡ് വാട്ടർ റിയലാണ്. അതിലുണ്ട്, ഷ്രൗഡ് ഓഫ് ട്യൂറിനിലുണ്ട്. ബാക്കിയുള്ള ഈ വാട്ടർ, ബ്ലഡ് ആൻഡ് വാട്ടർ അതിലുണ്ട്. വാട്ടർ കയറി ഒരാൾ മരിക്കണമെങ്കിൽ 100% ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അവർ മരിച്ചിരിക്കും. ആസ്ഫിക്സിയേഷൻ. അപ്പോൾ ഈ യൂക്രിസ്റ്റിൽ we receive only one species of Eucharist. We only receive the body here. No, you get dipped in the blood and receive it in Kerala. But in Tamil Nadu, we receive only the body of Christ. In the United States, we receive both body of Christ and blood of Christ. Adanda enki US system. So, idu nammal rendum sweekarikkumbo endana adu? I love you പറയുന്നുണ്ട് ജീസസ് നമ്മളോട്. പ്രേമത്തിൻ്റെ ഒരു മെസ്സേജാണ് അത്. ഞാൻ നിന്നെ ഇത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈശോ പറയുന്നുണ്ട്. വെറുതെ ഒന്നുമില്ല. ഇറ്റ്സ് നോട്ട് സംതിങ് റിച്വലിസ്റ്റിക്. ഇറ്റ്സ് നോട്ട് എ സൈൻ. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ. ഇറ്റ്സ് എ ലിവിങ് ലവിങ് ഹ്യൂമൻ ബീങ്. ജീവിച്ചിരിക്കുന്ന നമ്മളെ ഒരുപാട് 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 പ്രേമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ യൂക്രിസ്റ്റിക് മിറക്കിൾസെയും ഓരോരോ ഇയറിൽ ഓരോരോ ബിഷപ്പിന്റെ പെർമിഷനോട് അവർ ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇത് കർത്താവ് അനുവദിച്ചായിരുന്നു. ഇതിന്റെ അനുവാദം കർത്താവ് കൊടുത്തായിരുന്നു അവർക്ക്. അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 800 ഒരു മിറക്കിൾ, 1200 AD ഒരു മിറക്കിൾ, 1800 ഒരു മിറക്കിൾ, 19 സംതിങ് ഒരു മിറക്കിൾ, 2000 സംതിങ് ഒരു മിറക്കിൾ. About 4 to 5 miracles all over this world. അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വേറെ വേറെ കൺട്രി, വേറെ വേറെ ആള്, വേറെ വേറെ ഡോക്ടർ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നിച്ച് നോക്കിയപ്പോൾ ആ 33 വയസ്സായ ഒരു സുന്ദരനായ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷൻ തൻ്റെ ബോഡിയിൽ ഒരുപാട് 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 കഷ്ടപ്പെട്ട് മരിച്ച ഒരു ആൺമകൻ. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ്. ഏറ്റവും മിറാക്കുലസ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ 800 AD ഒരു മിറാക്കിൾ നടന്നായിരുന്നു. അതിലുള്ള വൈറ്റ് ബ്ലഡ് കാർപ്പസൽസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈറ്റ് ബ്ലഡ് കാർപ്പസൽസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ്സിനുള്ളിൽ എല്ലാ വൈറ്റ് ബ്ലഡ് സെൽസും മരിക്കും. ബട്ട് ഇൻ ദ ലോർഡ്സ് ബോഡി, in the Eucharistic miracle, അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഓരോരോ സ്പെസിമനും contain the entire part of the heart. ഒരു സ്പെസിമൻ കയ്യിൽ നിന്നല്ല കാലിൽ നിന്നല്ല, എല്ലാ സ്പെസിമൻസും അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന സ്പെസിമൻസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി ബോഡി പാർട്ട് എവിടെയാണെന്ന് ചോദിക്കല്ലേ? ബാക്കി ബോഡി പാർട്ടേ ഇല്ല. എവ്രിതിങ് വാസ് ഹിസ് ഹാർട്ട്, എവ്രിതിങ് വാസ് എ സേക്രഡ് ഹാർട്ട്. അപ്പൊ ഈശോ കുർബാനയിൽ നമ്മളുടെ അടുത്ത് വരുന്നത് എന്തിനാണ്? മോളെ, ഞാൻ നിന്നെ പ്രേമിക്കുന്നുണ്ട്, നീ എന്നെ മനസ്സിലാക്കുവോ? നീ എന്നെ തിരിച്ചു പ്രേമിക്കുവോ? നീ എന്നെ പിന്നെ വിശ്വസിക്കുവോ? നീ സമർപ്പിക്കുവോ? നിന്നെ ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിന്നെ ഇത്രയായിട്ട് പ്രേമിക്കുന്നുണ്ടെന്ന് നിനക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ ഓരോരോ പ്രാവശ്യവും നമ്മൾ യൂക്രിസ്റ്റ് കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, ഐ ലവ് യു, ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ഹോപ്പ് ഇൻ യു, ഐ ബിലീവ് ഇൻ യു, ആൻഡ് ഐ വാണ്ട് യു മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. പിന്നീട് ഒരു ഭയങ്കര മിറാക്കുലസ് സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടർ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ
ഈ കുറേ കൊല്ലമായിട്ടുള്ള ഈ സ്പെസിമെനിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല, അവര് കണ്ടപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് മരിച്ച ഈ ആളുടെ ശരീരം ആക്ച്വലി സ്ട്രോങ് ആയിരുന്നു. ബിക്കോസ് ഓഫ് ദ സഫറിങ്, ബിക്കോസ് ഓഫ് ദ പാഷൻ. അതുകൊണ്ടാണ് ഈ ആള് മരിച്ചു. ഈ മെഡിക്കൽ സയൻസിൽ ശരിക്കും ഒരു ടേം ഉണ്ട്, ഡൈഡ് ഓഫ് ബ്രോക്കൺ ഹാർട്ട്. പൊട്ടിച്ച്, ഫിസിക്കലായിട്ടല്ല. എനിക്ക് ഹൃദയം പൊട്ടുന്ന രീതിയിലാണ് എൻ്റെ സങ്കടം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? അത് സത്യമാണ്, മെഡിക്കൽ സയൻസിൽ അതുണ്ട്. ഹൃദയം പൊട്ടിയാണ് ഈശോ മരിച്ചത്. ആ ഹൃദയം ഇപ്പോഴും ഇതിലുണ്ട്. ഇത് ഈശോയുടെ ഹൃദയമാണ്. ഇപ്പോഴും ഇതിൽ ഹാർട്ട് ബീറ്റ് ഉണ്ട്. എൽറോയി കാണുന്ന ദൈവമാണ്. നമ്മളെപ്പോഴും അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവം. എപ്പോഴും നമ്മുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ദൈവം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒരു ജൂയിഷ് ഡോക്ടർ കാത്തലിക്കായി. ഹല്ലേലൂയ. ഒരു പ്രോട്ടസ്റ്റന്റ് ഡോക്ടർ കാത്തലിക്കായി. ഹല്ലേലൂയ. ഒരു അൺബിലീവർ, ഒരു നോൺ ബിലീവിംഗ് ഡോക്ടർ കാത്തലിക്കായി. ഹല്ലേലൂയ. അവർക്ക് പിടികിട്ടുന്നില്ല. പിന്നെ അവർ ചോദിച്ചു, ഇത് എങ്ങനെ പറ്റും നിങ്ങൾക്ക്? ഇത് ഇയാൾ മരിച്ചിട്ടില്ല. ബിക്കോസ് വൈറ്റ് ബ്ലഡ് കാർപ്പസൽസ് ഇപ്പോഴും അലൈവാണ്. ബ്ലഡ് സെൽസ് അലൈവാണ്, മരിച്ചിട്ടില്ല. ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് കാർപ്പസൽസ് ഒന്നും മരിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റിയത്? ഒരു ജീവിച്ചിരുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സ്പെസിമെൻ മാത്രം കട്ട് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റി? കട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പാർട്ടല്ല. ഈ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഹാർട്ടിന്റെ എല്ലാ പാർട്സും നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇതൊരു ഹാർട്ടാണ്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പാർട്സ് മാത്രമേ നമുക്ക് കിട്ടൂ, അല്ലേ? ഒരു ഹാർട്ടില് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഹാർട്ട് കിട്ടുന്നുണ്ടോ? അത്ര സ്പെസിമെനിലും മൊത്തം ഹാർട്ടിന്റെ മൊത്തം പാർട്സ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്ററിനെ 35%, ഒരു സിസ്റ്ററിനെ 75%, ഇനിയൊരു സിസ്റ്ററിനെ 60% സ്നേഹിക്കാൻ എൻ്റെ ഈശോവിനെ കഴിയില്ല. 100% മാത്രം സ്നേഹിക്കാൻ അറിയുന്ന ഒരാളാണ് ഈശോ. ഈവിൾ, തെറ്റ് എന്നുള്ള ആ ഒരു വാക്ക് സ്പെല്ലിംഗ് പോലും അറിയാതെ ദൈവമാണ് എൻ്റെ ഈശോ. ദേഷ്യം വന്നാലും നമ്മൾ ഓടിച്ചെന്ന് അപ്പാ ഐ എം സോറി എന്ന് പറയുമ്പോൾ നമ്മളെ കട്ടിപ്പിടിച്ച് കരയുന്ന ദൈവമാണ് ഈശോ. അപ്പാ നീ എനിക്ക് വേണം എന്നുള്ള ഒരു സെന്റൻസ് തീരുന്നേക്ക് മുമ്പ്, ആ വാക്ക് കഴിയുന്നേക്ക് മുമ്പ് അടുത്ത് വന്ന് നിന്ന് എന്നെ കട്ടിപ്പിടിച്ച് ഞാൻ ഉണ്ടടേ നിനക്ക് എന്ന് പറയുന്ന ദൈവമാണ് ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? എന്റെയും നിങ്ങളുടെയും എന്താണ്? കൂദാശകൾ. എന്നെ ഒരുവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാം അവൻ അനുസരിക്കും. മതി. നമ്മൾ ഈശോ പറയുന്ന അത്ര കാര്യങ്ങളെയും അനുസരിച്ച് നിന്നാ മതി. കേരളത്തിൽ ഇനിയും സെയിൻസ് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആഗ്രഹമുണ്ട്. സെയിന്റ് മോഹിനി എന്ന് പറഞ്ഞ് ഇതുവരെ ആരും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്നും ഈശോവിനോട് ചോദിക്കും. ഞങ്ങൾ വേറെ സിനാരിയോസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും ഈശോ ഇങ്ങനെ മറിച്ചാലോ, അങ്ങനെ ജീവിച്ചാലോ, അവിടെ പോയാലോ, ഇത് ചെയ്താലോ, ഞാൻ സെയിറ്റ് ആവോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വാട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. യു ഷുഡ് ആസ്ക്, യു ഷുഡ് ആസ്ക്. ഈശോവിനെ നിങ്ങൾ എങ്ങനെയാ വിളിക്കുന്നത്? പൊന്നി ഈശോ, പിന്നെ അപ്പ, പിന്നെ ബോറിംഗ് വൈഫ്സ് ആണ് നിങ്ങളൊക്കെ. കംപ്ലീറ്റ്ലി ബോറിംഗ്. ഹണി, ഡാർലിംഗ്, സ്വീറ്റ് ഹാർട്ട്, ലവ്. ഞാൻ ഒരു ആളെ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ അവരുടെ വൈഫിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെടോ മനുഷ്യാന്ന് വിളിക്കുള്ളൂ.
എടോ മനുഷ്യ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. ഇഫ് യു ഹാവ് ദാറ്റ് 100% ലവ്, പ്ലീസ് ഇങ്ങനെ ബോറടിക്കില്ലേ യേശുവിനെ? Call him my darling, my husband, my sweetheart, my sweet, sweet Jesus, my love. തെരേസ ഓഫ് ആവില, അവർക്ക് ഇവിടെ ഒരു പേരുണ്ടല്ലോ. തെരേസ ഓഫ് ആവിലയുടെ പേരെന്താണ്? നോ സംതിങ്. അമ്മ തൃശ്യ കോട്ടയത്തമ്മ എന്ന് വിളിക്കുമോ? ഒരു സ്ഥലത്ത് മാത്രം അവരുടെ പേര് കോട്ടയത്തമ്മ എന്നാണ്. കോട്ടക്കല്ലമ്മ അല്ലേ? സോ അവരൊരു പ്രാവശ്യം അവരുടെ ഹാളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ണി ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് അറിഞ്ഞൂടാ അത് ഉണ്ണി ഈശോ ആണെന്ന്. ഒരു ചെറിയ പയ്യൻ ഉണ്ടായിരുന്നപ്പോ ഇവർ ചോദിച്ചു, നീ ആരാണ്? അപ്പൊ ഈ പയ്യൻ ചോദിച്ചു, നീ ആരാണ് ഫസ്റ്റ് ആദ്യം വരാം. അപ്പൊ അവര് പറഞ്ഞു, ഐ എം തെരേസ ഓഫ് ചൈൽഡ് ജീസസ്, ഐ എം തെരേസ ഓഫ് ചൈൽഡ് ജീസസ്. അപ്പൊ അവര് അങ്ങോട്ട് ചോദിച്ചു, ഇപ്പൊ നീ പറ, നീ ആരാണ്? ഐ എം ജീസസ് ഓഫ് തെരേസ. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നതാണ് നമ്മുടെ ദൈവം. കൈയടിച്ചേ. That is our Lord, that is our Jesus, that is our God, that is our darling. ഞാൻ അപ്പക്കുട്ടി എന്ന് വിളിക്കും. എനിക്ക് ഭയങ്കര സ്നേഹം കൂടിപ്പോയ അപ്പക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. Love Jesus, live in Jesus, give Jesus to people. അത് നമ്മുടെ ഒരു മൂന്നാമത്തെ ഡ്യൂട്ടിയാണ്. എവിടെ പോയാലും നമുക്ക് ഈശോനെ തന്നുകൊണ്ടിരിക്കണം. ആരെങ്കിലും കരഞ്ഞ, ആർക്കെങ്കിലും സങ്കടം തോന്നി, ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. അവരോട് പോയി പറയണം, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. ദേഷ്യമുള്ള ആൾക്കാരോട് പോയി പറയില്ലേ പ്ലീസ്. അവർക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എന്നിട്ട് എന്നോട് അടുത്ത പ്രാവശ്യം വന്ന് പറയില്ലേ, സിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ പോയി പറഞ്ഞു, എന്നിട്ട് ബൈബിളിന്റെ റീഡിങ് ഞങ്ങൾക്ക് കിട്ടി. ഒരു ചെവിയിൽ അടിച്ച ഇനി ഒരു ചെവി ഞങ്ങൾ. സോ ജസ്റ്റ് പ്രേ ഫോർ ദം. സങ്കടപ്പെടുന്ന ആൾക്കാരോട് പോയി നമ്മൾ 100% പറയണം, ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്, ജീസസ് എല്ലാത്തിനെയും ശരിയാക്കി തരും എന്ന് പറയണം. അപ്പൊ ഈ ചാൻസ് കൊടുത്ത എല്ലാ പ്രീസ്റ്റിനും എൻ്റെ നന്ദി. എൻ്റെ അപ്പാക്കുട്ടീനെ എൻ്റെ നന്ദി. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ നന്ദി. ആൻഡ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാൻ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കാൻ പോകുന്നുണ്ട്, ഈശോനെ പറ്റി സംസാരിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഒരുപാട് ഒക്കേഷൻസ് കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ? എന്തെങ്കിലും ടോക്കിൽ തെറ്റുണ്ടായാൽ ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അച്ഛൻ മൈക്കിൽ സംസാരിച്ചതിന് മൈക്കിന് ഞാൻ വായിച്ച് ചോദിക്കും. ഞാൻ പ്രേ ചെയ്യാന്നല്ലേ പറഞ്ഞു, നിങ്ങൾ ചെയ്തില്ലേ എന്ന് ഞാൻ ചോദിക്കും. ഓക്കെ? Can we say a Hail Mary and end? Can we all stand up? Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen.